നമസ്കാരം. ജീവൻ രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ മനസ്സിൽ ഓടിയെത്തുന്ന രംഗങ്ങൾ അത്ര നല്ലതല്ല. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ടാണ് ഈ ഒരു വാക്ക് കേട്ടാൽ നമ്മുടെ മനസ്സിൽ നല്ല രംഗങ്ങൾ ഓടിയെത്താത്ത ഒരു സാഹചര്യം ഉണ്ടായത്. അതായത് ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ മുഖ്യമന്ത്രിക്ക് കരിങ്കൊടി കാണിക്കാനെത്തിയ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലിയത് മുതൽ നമ്മുടെ മനസ്സിലൊക്കെ ഓടിയെത്തുന്നത് ആ ഒരു രംഗമാണ്. എന്തായാലും അന്ന് രക്ഷാപ്രവർത്തനത്തിന്റെ ഇരകളിൽ ഒരാൾ ഇന്ന് MLA ആണ്. എന്തായാലും ആ വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകും എന്നൊക്കെയുള്ള വാർത്തകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജീവൻ രക്ഷാ പ്രവർത്തനം എന്ന് കേട്ടാൽ പലപ്പോഴും ആ ഒരു രംഗം, ആ ഒരു വാർത്ത തന്നെയാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്താറുള്ളത്. ഇത് പോലീസിന് ചീത്തപ്പേരുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ വലിയ ചീത്തപ്പേരുണ്ടായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും ആ ചീത്തപ്പേരിന് ഒരു അവസാനം ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു പ്രത്യേകത. കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ജീവൻ രക്ഷാ പ്രവർത്തനം ഇതിനോടകം അവർക്ക് വലിയ അഭിനന്ദന പ്രവാഹം സമൂഹ മാധ്യമങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ പോലീസ് ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനം അത്തരത്തിലുള്ളതാണ്. ഈ കഴിഞ്ഞ ദിവസമാണ് കുന്നംകുളത്തിന് സമീപം പഴഞ്ഞി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത്, അരുവായി എന്ന് പറയുന്ന ഒരു ഗ്രാമപ്രദേശത്ത് 4 പേർ ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഗൃഹനാഥൻ സിബി, അതുപോലെ തന്നെ മകൾ അലീന, ഭാര്യ ബീന, മകൻ ആദിത്യൻ, 4 പേരാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. 2 പേർ ഇതിനോടകം മരണപ്പെട്ടു. ഒരു നാടിനെ നടുക്കിയ ദുരന്തമായിരുന്നു, അക്കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കടബാധ്യതയാണ് മരണകാരണം എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. മറ്റെന്തെങ്കിലും വിഷയങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. നമുക്കിപ്പോൾ കൂടുതലൊന്നും പറയാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. എന്തായാലും ഈ ഒരു മരണത്തിൽ നിന്ന് 2 പേർ രക്ഷപ്പെട്ടു എന്ന് ഞാൻ പറഞ്ഞു. അവരെ രക്ഷപ്പെടുത്തിയത് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ്. ഒരാളുടെ പേർ റിനീഷ് എന്നാണ്, അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറാണ്. അടുത്തയാൾ ബിനീഷ്, സിവിൽ പോലീസ് ഓഫീസറാണ്. മറ്റൊരാൾ മധു എന്ന് പറയുന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറാണ്. എന്തായാലും ഇവർ നടത്തിയ പ്രവർത്തനം വലിയ വാർത്തയായിട്ടില്ലെങ്കിലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് ചർച്ചയായിരിക്കുകയാണ്. രാത്രി ഏറെ വൈകിയാണ് ആദിത്യൻ എന്ന് പറയുന്ന സിബിയുടെ മകൻ രക്ഷപ്പെടുത്തണം അല്ലെങ്കിൽ മരിച്ചു പോകും എന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ മധു എന്ന് പറയുന്ന അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടറെ വിളിച്ചു പറഞ്ഞത്. എന്തായാലും പോലീസിന് ലൊക്കേഷൻ അറിയില്ല. തൊട്ടടുത്ത വീട്ടിൽ ചെന്ന് അവർക്ക് ഫോൺ കൊടുക്കാൻ പോലീസ് പറഞ്ഞു. അതനുസരിച്ച് ആദിത്യൻ പ്രവർത്തിച്ചു. പോലീസ് ഈ വീട്ടിലേക്ക് ഓടിയെത്തി. എന്തായാലും പോലീസ് എത്തുന്നതിന് മുമ്പ് തന്നെ സിബിയും അതുപോലെ തന്നെ അലീനയും മരണത്തിന് കീഴടങ്ങിയിരുന്നു. എന്നാൽ സിബിയുടെ ഭാര്യ ബീനയെയും അതുപോലെ തന്നെ ആദിത്യനെയും കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ പോലീസിന് കഴിഞ്ഞു എന്നുള്ളതാണ്. പോലീസിന്റെ കൃത്യസമയത്തുള്ള ഒരു ഇടപെടലാണ് ആ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത്. ഇപ്പോഴും അവർ അപകട നില തരണം ചെയ്തിട്ടില്ല. എന്ത് സംഭവിക്കും എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ പോലീസ് അവിടെ നടത്തിയ ഇടപെടൽ അത് അഭിനന്ദനാർഹമാണ്. വലിയ അഭിനന്ദന പ്രവാഹം ഈ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. എന്തായാലും 2 ദിവസം മുമ്പാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുണ്ടായ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഒരു ഭാഗത്ത്. എന്നാൽ ഇന്ന് കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറായിട്ടുള്ള റെനീഷിന്റെ ഒരു FB പോസ്റ്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോഴാണ് പോലീസ് നടത്തിയ ഇടപെടലിനെ കുറിച്ച് ഞാൻ അന്വേഷണം നടത്തിയത്. സമൂഹ മാധ്യമങ്ങളിൽ ഈ ഇടപെടലുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഞാൻ ശ്രദ്ധിച്ചത്. എന്തായാലും റെനീഷ് എന്ന് പറയുന്ന കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ ആ ഡ്രൈവർ, അദ്ദേഹം ആ പോലീസ് ജീപ്പ് ഉൾപ്പെടെ അതിന്റെ ഫോട്ടോ ഉൾപ്പെടെ FBയിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു കുറിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ന് അരുവായിയിലെ ഒരു കുടുംബം കൂട്ട ആത്മഹത്യ നടത്തിയെന്ന വിവരം ലഭിച്ചു. ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ ഒരിറ്റു ജീവൻ ഉണ്ടായിരുന്ന ആ സ്ത്രീയെയും മകനെയും കൊണ്ട് കണ്ണടച്ച് തുറക്കുന്ന സമയത്തിനുള്ളിൽ കുന്നംകുളം ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ എത്തിക്കാനും ജീവൻ പിടിച്ചു നിർത്താനും സാധിച്ചു. ഈ അവസരത്തിൽ എന്നെയും വാഹനത്തിൽ ഉണ്ടായിരുന്നവരെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ ലക്ഷ്യത്തിലെത്തിച്ച എന്റെ രഥം, വിദ്യ പഠിപ്പിച്ച ഗുരുക്കന്മാർക്ക് മാത്രം നന്ദി. ഇതാണ് ആ കുറിപ്പ്. അതായത് അദ്ദേഹം നടത്തിയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ ഗുരുക്കന്മാർക്ക് നന്ദി പറഞ്ഞിരിക്കുകയാണ്. കൂടെയുള്ളവരെയും അതുപോലെ തന്നെ ഒരിറ്റു ജീവൻ മാത്രം ബാക്കിയുള്ള സ്ത്രീയെയും അതുപോലെ തന്നെ ആ മകനെയും ഒക്കെ
രക്ഷപ്പെടുത്താനായതിലുള്ള സന്തോഷമാണ് അദ്ദേഹം പങ്കുവച്ചത്. എന്തായാലും പോലീസിന് ഇടക്കാലത്തുണ്ടായിട്ടുള്ള ഒരു ചീത്തപ്പേരിന് പരിഹാരമാവുകയാണ്. അത്ര വലിയ ഒരു ഇടപെടൽ തന്നെയാണ് കുന്നംകുളത്തെ 3 പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയിരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പോലീസ് സേനയ്ക്കാകെ അഭിമാനമായി മാറിയിരിക്കുകയാണ് കുന്നംകുളത്തെ 3 പോലീസ് ഉദ്യോഗസ്ഥന്മാർ.